നമ്മളാണെങ്കിൽ 24 hours നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു മണ്ടത്തരം കാണിച്ചു, അതെന്താണെന്ന് പറയാനോ. അപ്പോൾ ഞാൻ ഒരുമാതിരി അവസ്ഥയായി. അപ്പോൾ ഈ സ്പൈസി നഖവിളിക്കും ചോദിക്കണം, ഒരിക്കലും ഈ ഒരു ചലഞ്ച് ചെയ്യില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ 24 hours നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 24 മണിക്കൂർ ഞാൻ നൂഡിൽസ് മാത്രമാണ് കഴിക്കുന്നത്. വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് തന്നെ കാണാം കേട്ടോ. ഈ 24 മണിക്കൂർ നൂഡിൽസ് കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ അത്രയ്ക്ക് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കണ്ട. അവധിയും കാര്യങ്ങളൊക്കെയാണ്, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പൊ ഇഷ്ടമാതിരി വീഡിയോസ് ഇനിയും ചുമ്മാ വരുന്നതാണ്. അങ്ങനെ രാവിലെ ഇപ്പൊ സമയം 8 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ രാവിലത്തേക്ക് കഴിക്കാൻ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ആണ്. ഇപിയുടെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. അപ്പോൾ നമുക്കിത് നേരെ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ കത്തിക്കാം. അപ്പൊ നമുക്ക് ഈ നേരെ നമ്മുടെ പാത്രം ഇതിന് മുകളിലോട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസിന് ഇത്രയും വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ വെള്ളം കാലം ഇവിടെ തിളച്ചുകൊണ്ടുണ്ട്. അപ്പം നമുക്കിവിടെ 2 മസാല വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് മസാല വരുന്നത്. ഇത് നമ്മൾ ഷേവ് തൊട്ട് മുമ്പാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ആഡ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ നൂഡിൽസ് ഇടുന്നതിന് മുമ്പ് അതിൻ്റെ മസാലയാണ് ഇടുന്നത്. ഇത്രയും നാളും ഞാൻ നൂഡിൽസ് ഇട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഈ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുകൂടെ തിളച്ച വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നൂഡിൽസിന് ഇറങ്ങിടാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസ് നേരെ ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ നൂഡിൽസ് അങ്ങ് ഇളക്കി കൊടുക്കാം. അതായത് ഈ പാത്രത്തിന് വലിയതായതുകൊണ്ട് തന്നെ നൂഡിൽസ് അങ്ങനെ മുങ്ങിക്കിടക്കാനുള്ള. അപ്പം ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. അതായത് ഞാൻ ഒഴിച്ച് വെള്ളം ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ നൂഡിൽസ് അതായത് വെന്തു, പക്ഷെ വെള്ളം ഇവിടെ ബാക്കി വന്നിട്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. സക്സസ്ഫുള്ളി അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നൂഡിൽസ് രാവിലെ കഴിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുമാതിരി ചടങ്ങാണ്. ചൂടും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചൂടുള്ള ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ ചൂടും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എണ്ണാക്ക് പൊളിപ്പോയി. രാവിലെ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ റീൽസ് ആണ്, ഷോർട്സ് ആണ്, വേറെ യൂട്യൂബ് വീഡിയോ ആണ്. അങ്ങനെ അങ്ങ് ഇരിക്കുക. പ്രത്യേകിച്ച് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ അവധിക്ക് പണിക്കൊക്കെ പോകണമെങ്കിൽ കാറ്ററിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. കാരണം സമ്മതിച്ചിരിക്കുന്നു, ഒരു ചൂടും കാര്യങ്ങളൊക്കെയാണ്. പെരക്കാ തന്നെ വരയ്ക്ക് ഇരിക്കാൻ പറ്റുള്ള. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഉച്ചയ്ക്കാണ്. അപ്പോൾ സമയം ഇപ്പം ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉച്ചയ്ക്കും നമ്മൾ നൂഡിൽസ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ എടുത്തോണ്ട് ഉച്ചയ്ക്ക് നമ്മൾ മാഗിയാണ് എടുക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഉച്ചക്കത്തെ അതുപോലെ തന്നെ മാഗിയാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് കാണിക്കണ്ടല്ലോ. അപ്പം നമുക്ക് നേരെ അത് കഴിക്കാൻ പോവാം. ഗൈസ്, അങ്ങനെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം. ഈ കാണോട്ടെ ഗൈസ്, നമ്മുടെ നൂഡിൽസ് നമ്മൾ മാഗിയാണ് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ഉണ്ടാക്കാറൊക്കെ പറയുക കേട്ടോ. ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. ഗൈസ്, നമ്മുടെ നൂഡിൽസ് ഇതായി കാണുന്നതാണ്. നമുക്കിത് നേരെ കഴിക്കാം. അപ്പൊ നമ്മുടെ സമയം ഇപ്പൊ തന്നെ 2:30 ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്റെ കണ്ണാണെന്ന് പറയാലോ. അപ്പൊ ഇനി നമ്മൾ അടുത്തായിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇപ്പൊ സമയം ഒരു 4:30 അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2:30 കിടന്നല്ലേ, 2:30 കിടന്ന് 4:30 എണീറ്റു. ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ്. വൈകുന്നേരം ഞാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ തന്നെ കുറച്ച് വെറൈറ്റി, അതായത് മുട്ടയും സവോളയും ക്യാപ്സിക്കും അങ്ങനെ സംഭവങ്ങളെയൊക്കെ ഇട്ട് ജസ്റ്റ് കളറാക്കി എടുക്കാം. അങ്ങനെയാണ് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ 3 നേരമാണ് കഴിക്കുന്നത്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. പക്ഷെ രാവിലെ ഉച്ചയ്ക്കും കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഒരുമാതിരി അവസ്ഥയായി. അപ്പൊ ഈ സ്പൈസി നൂഡിൽസ് ഒക്കെ എടുത്ത് കഴിക്കണവർ സമ്മതിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. നൂഡിൽസ് വാങ്ങിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ അവസ്ഥ മനസ്സിലാവും. അപ്പോൾ
നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ സമയം ഇപ്പൊ 5:30 ആയിട്ടുണ്ട്. അപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാന്നുള്ള പരിപാടിയാണ് ബാക്കി നിൽക്കുന്നത്. നല്ല രീതിയിൽ ചൂടുള്ളതുകൊണ്ട് തന്നെ വേർത്തുളിച്ചിരിക്കുകയാണ്. പക്ഷെ അടുത്തിനി രാത്രിയിലത്തെ കാണുമ്പോൾ ഈ ഷർട്ട് തന്നെയായിരിക്കും, കാരണം നല്ല ഷർട്ടാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഷർട്ട് മാറ്റി ബനിയൻ ഇടും. അപ്പൊ അതുകൊണ്ട് ഷർട്ട് മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇന്ന് രാത്രിയിലത്തെ ആ വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് ഷർട്ട് എടുത്ത് ആൾക്കാരിടണം. അപ്പൊ ഇനി കുളിച്ചിട്ട് വന്നിട്ടാണ്. സമയം ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ ന്യൂട്രീഷന്റെ തന്നെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കഴിച്ചു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നൂഡിൽസ് വരുന്നത്. അപ്പൊ നേരെ നമുക്കിത് കഴിക്കാം. നമ്മുടെ 24 hours നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമായിട്ടുണ്ട്. അതായത് 24 മണിക്കൂറെന്നുണ്ടെങ്കിൽ 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടാണല്ലോ കഴിച്ചത്. അപ്പോൾ ആ ഒരു ചലഞ്ച് അങ്ങ് തീർന്നു കിട്ടിയപ്പോൾ വളരെ ആശ്വാസം. അപ്പോൾ ഈ വീഡിയോ പറ്റിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.